പി രാജീവിന് ഇപ്പോൾ അവിടെ വ്യവസായ മന്ത്രി പി രാജീവിന് വിമർശനം ഉണ്ടായി എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. അർജുൻ, പൊതുമേഖലയെ ശ്രദ്ധിക്കുന്നില്ല, വ്യവസായ നിക്ഷേപം കൊണ്ടുവരുന്നതിൽ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ എന്നുള്ള ഒരു വിമർശനം ഉയർന്നു എന്ന വാർത്തയും വരുന്നുണ്ട്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്മി, മന്ത്രിമാർക്ക് ആർക്കും ഇക്കാര്യത്തിൽ എന്തായാലും നല്ല പിന്തുണ അല്ലെങ്കിൽ നല്ല പ്രശംസയല്ല സംസ്ഥാന സമ്മേളനത്തിൽ നിന്ന് ഉയരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുഖ്യമന്ത്രിക്കാണ് ഈ കയ്യടിയും പ്രശംസയും ഒക്കെ. മറ്റു മന്ത്രിമാർക്കൊന്നും അത്തരത്തിലുള്ള പ്രശംസയല്ല, നല്ല വിമർശനങ്ങളാണ് കേൾക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. വ്യവസായ മന്ത്രി പി രാജീവിനാണ് ഈ സമ്മേളനത്തിൽ വിമർശനം ഉയർന്നത്. വ്യവസായ നിക്ഷേപത്തിൽ മാത്രം ശ്രദ്ധിച്ച് പൊതുമേഖലയെ തഴയുന്ന സമീപനമാണ് വ്യവസായ മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്നാണ് പ്രതിനിധികൾ വിമർശനമായി ഉന്നയിക്കുന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംരക്ഷിക്കാൻ നടപടിയില്ല, വൻകിട വ്യവസായങ്ങളെ മാത്രം സ്വീകരിക്കുകയും പൊതുമേഖലാ വ്യവസായത്തെ മറക്കുകയും ചെയ്യുന്ന തരത്തിലാണ് വ്യവസായ മന്ത്രിയുടെ സമീപനമെന്നാണ് പ്രതിനിധികൾ വിമർശനമായി ഉന്നയിച്ചിട്ടുള്ളത്. ആലപ്പുഴയിൽ നിന്നുള്ള പ്രതിനിധിയാണ് ഇത്തരത്തിലുള്ള വിമർശനം ഉന്നയിച്ചത്. അടിസ്ഥാന മേഖലയിൽ നിന്ന് വളർന്നു വന്ന ഒരു നേതാവിന് ചേർന്ന നടപടിയല്ല പി രാജീവ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന വിമർശനവും ഈ ആലപ്പുഴയിൽ നിന്നുള്ള പ്രതിനിധി ഉന്നയിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കേട്ടതാണ് മന്ത്രിമാർക്കെതിരായിട്ടുള്ള രൂക്ഷമായ വിമർശനം. ആ ഘട്ടത്തിൽ പോലും മുഖ്യമന്ത്രി ഏതെങ്കിലും തരത്തിൽ തള്ളിപ്പറയാനോ വിമർശിക്കാനോ പ്രതിനിധികൾ തയ്യാറായിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ലക്ഷ്മി.